CPM കേന്ദ്ര കമ്മിറ്റി നാളെ മുതൽ ഡൽഹിയിൽ ചേരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. പരാജയത്തിലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിലും സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലുമാണ് 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. പാർട്ടി കമ്മിറ്റികളിൽ രൂക്ഷമായ വിമർശനമാണ് CPM നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. അതേസമയം വിമർശിക്കാനാണല്ലോ പറഞ്ഞത്. വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചത്. പാർട്ടിക്കകത്ത് വിമർശനം, സ്വയം വിമർശനം എല്ലാം വേണം എന്നും ആ ഉണ്ടാകുന്ന വിമർശനത്തെയും സ്വയം വിമർശനത്തെയും എല്ലാം സ്വാംശീകരിച്ച് ഫലപ്രദമായി കേരളത്തിലെ പാർട്ടി നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം നൽകും എന്നതാണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നു. പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുത്തത് ഏകകണ്ഠേനയാണ് എന്ന് പാർട്ടി അവകാശപ്പെടുമ്പോഴും പരാജയത്തിന് കാരണം പിണറായി ശൈലി എന്ന വിമർശനം പാർട്ടി ഘടകങ്ങളിൽ ഉയരുകയാണ്. പത്രത്തിലും ചാനലിലും വരുന്ന വാർത്ത വസ്തുതാപരമെന്ന് ആരും ധരിക്കില്ലെന്നും തീരുമാനം പുനഃപരിശോധിക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്നും MV ഗോവിന്ദൻ നിലപാട് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം നൽകുന്ന സർക്കാരിനെ അണ്ണാ-DMKയുടെ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നതും പശ്ചിമബംഗാളിലെ BJP സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യവും ദേശീയ രാഷ്ട്രീയവും CPM കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. ജനം, ഡൽഹി.